നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണോ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് പക്ക പാർട്ട് ടൈമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് കോപ്പി ടൈപ്പിംഗ് ജോബ് എന്ന രീതിയിൽ. കമ്പനി വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആക്സസ് ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് കമ്പനി വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ അവിടെ കാണും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട പേജും പ്ലാറ്റ്ഫോമും കാര്യങ്ങളെല്ലാം. അതിൽ തരുന്ന കണ്ടൻറ്റിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ നോക്കി പകർത്തി ടൈപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് വർക്കായിട്ട് വരുന്നത്. യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ വേണ്ട. അതെന്താണോ കണ്ടൻറ്റ് അതുപോലെ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് നമ്മൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഓരോ ലൈനും ഓരോ വേർഡ്സും നമുക്ക് വളരെ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി ഈ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന കണ്ടൻറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ സ്പേസിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേർഡ്സിൻ്റെ ഇടയിലും സ്പേസ് വരുന്നിടത്തെല്ലാം സിംഗിൾ സ്പേസ് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓരോ ലൈനും തീരുന്ന സമയത്ത് എൻ്റർ അടിക്കാൻ വിട്ടുപോകരുത്. അതായത് ഇവിടെ നമുക്കിപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഫസ്റ്റ് ലൈനിൻ്റെ അവസാന വേർഡ് എന്ന് പറഞ്ഞാൽ സിൻസ് ഹി എന്നാണല്ലോ. അതിൽ ഹി എന്ന ലൈനിൻ്റെ അവസാന വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് തീരുന്നത് എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ എൻ്റർ അടിക്കണം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ലൈനിലേക്ക് വരത്തുള്ളൂ. അങ്ങനെ ഓരോ ലൈനായിട്ട് ടൈപ്പ് ചെയ്യാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ സർവീസും ഫുൾ ടൈം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഓക്കെ, നോക്കി പകർത്തി ടൈപ്പ് ചെയ്യുക, അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കണ്ണിന് സെറ്റാവുന്ന രീതിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാരിറ്റി വരുന്ന രീതിയിൽ എത്രയും സൂം ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ സൂം ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എനിക്കൊന്ന് വാട്സപ്പിലേക്ക് അയച്ചാൽ മാത്രം മതി. അത് കൃത്യമായിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സേവ് ടു ഡ്രാഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചത് അവിടെ കൃത്യമായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.